ജാമിദ ടീച്ചറെ, ചർച്ചയിലേക്ക് സ്വാഗതം. ടീച്ചർ ഒന്ന് സംസാരിക്കുമോ? ഹലോ, കേൾക്കാം. പറയൂ ടീച്ചർ. പറയൂ. ഇവിടെ നമ്മുടെ ബിഷപ്പിന്റെ ഒരു പരാമർശമാണല്ലോ ഇവിടെ വല്ലാതെ വെകിളി മറ്റുള്ളവരെ പിടിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് ഭാഗങ്ങൾ മറ്റു ആൾക്കാർ ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ അതിന്റെ ഇസ്ലാമിക വശം മാത്രം പറയാം. അതായത് നാർക്കോട്ടിക്കിന്റെ ഉപയോഗം ഹറാമാക്കുന്ന ഹദീസോ ഖുർആൻ ആയത്തോ ഒന്നും പ്രത്യേകിച്ചില്ല. ദ്രവരൂപത്തിലല്ലാത്ത ലഹരി വസ്തുക്കൾ ഹറാമല്ല എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതായത് ഫിഖ് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും അഫ്ഗാനിലുമൊക്കെ കഞ്ചാവും മറ്റു സാധനങ്ങളും ഒക്കെ നമ്മൾ വളരെ നല്ല രൂപത്തിൽ കാണുന്നുണ്ടല്ലോ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതും. അതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നത് താലിബാന്റെ ഒക്കെ മുഖ്യ മയക്കുമരുന്ന് കച്ചവടവും വ്യാപാരവും അവരുടെ ബിസിനസ് മാർഗവും ഒക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഇസ്ലാമിൽ ഹറാമല്ല. അപ്പൊ ഇസ്ലാമില് ഇപ്പൊ മലദ്വാർ ഗോൾഡ് അതൊന്നും ഒരു പ്രശ്നവുമില്ല. കഞ്ചാവ്, കള്ള്, മയക്കുമരുന്ന് ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഏതെങ്കിലും ഒരു ഉസ്താദ് ഒരു കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? മയക്കുമരുന്നിന് പിടിക്കപ്പെട്ടു. ഇപ്പൊ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ സ്ഥിരം നമ്മൾ കാണുന്നതാണ്. എപ്പോഴും ഞമ്മന്റെ ആൾക്കാർ തന്നെ ആയിരിക്കും പ്രതിഭാഗത്തുള്ളത്. പിന്നെ അത് പറയാൻ ചങ്കൂറ്റമുള്ള രാഷ്ട്രീയക്കാരോ പുരോഗമന പ്രവർത്തകരോ നമ്മുടെ ഈ പുരോഗമന കേരളത്തിലില്ല. കാരണം എല്ലാ ആൾക്കാരും എങ്ങനെ മുസ്ലിങ്ങളെ താങ്ങി നിൽക്കാം, അവരെ എങ്ങനെ പ്രീണിപ്പിക്കാം. ഇപ്പൊ യുക്തിവാദിയാണ് എന്ന് പറഞ്ഞ് ആ യുക്തിവാദ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആൾക്കാർ പോലും ഇങ്ങനത്തെ നയമാണ് സ്വീകരിക്കുന്നത്. തൊപ്പിയിട്ട ആൾക്കാർക്കിടയിൽ വന്നിട്ട് വളവളാന്ന് വിവരക്കേട് വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ എങ്ങനെ പ്രീണിപ്പിക്കാം? കാരണം അവരെ ശരിയാവത്തില്ല, അവരെ പിണക്കുന്നത് ശരിയാവത്തില്ല. കാരണം ഈ കഴുത്തിന് മുകളിൽ ആ സാധനം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കാണാൻ. അപ്പോ ഭൂമിയില് വെറുക്കപ്പെട്ട ഒരു വിഭാഗം മനുഷ്യരുണ്ടെന്നും അവർ അമുസ്ലിമീങ്ങളാണെന്നും അവരെ ഇസ്ലാമിലേക്ക് ആക്കിയാൽ മാത്രമേ നമ്മുടെ ജിഹാദ് പൂർത്തിയാവുകയുള്ളൂ എന്ന രൂപത്തിലാണ് ഇവിടെ ലവ് ജിഹാദ് ആരംഭിച്ചത്. ആ ലവ് ജിഹാദിന്റെ ഇരകളാണ് ഇന്നും കാബൂളിൽ നിന്ന് രക്ഷപ്പെട്ട 4 പെണ്ണുങ്ങള്. എന്നിട്ടും പറയുന്നില്ല ഇവിടെ ലവ് ജിഹാദ് ഇല്ലെന്ന്. അപ്പൊ എന്ത് സാധനത്തിനെയും ഇല്ല എന്ന് പറയാനും ഇതിനെ നിരാകരിക്കാനും വളരെയധികം എളുപ്പമാണ്. കാരണം ഇസ്ലാമിസ്റ്റുകൾ പണമിറക്കി പുരോഗമന നവോത്ഥാന ചിന്തകരുടെ ഒക്കെ വായടപ്പിച്ചു, ചാനലുകാരെ അടപ്പിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ ഇവർക്ക് പണമിറക്കി എന്തും ചെയ്യാം. ബിഷപ്പ് അദ്ദേഹത്തിന്റെ അനുഭവത്തിലും അറിവിലും പത്രമാധ്യമങ്ങളിലൂടെയും അറിഞ്ഞ കാര്യത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇപ്പൊ ബിഷപ്പ് ആരാണ്, മെത്രാൻ ആരാണ്, അച്ഛൻ ആരാണ് എന്നറിയാത്ത ആൾക്കാർ വന്നിട്ട് അച്ഛൻ അത് പറഞ്ഞു, അച്ഛൻ ഇത് പറഞ്ഞു, അച്ഛൻ ആരാണ്, മെത്രാൻ ആരാണെന്ന് തിരിച്ചറിയാൻ ഇവർക്ക് പറ്റണ്ടേ? അപ്പോ വാഗീറിയ കോടാലികൾ എന്ത് ചെയ്യും? ഇതല്ല, ഇതിന്റെ അപ്പുറവും പറ്റും. ഇപ്പൊ നമുക്കറിയാം എല്ലാ യുദ്ധങ്ങളും വെറുക്കപ്പെട്ടതാണ്. പക്ഷെ ഇസ്ലാമിലെ യുദ്ധങ്ങൾ മൊത്തം വിശുദ്ധ യുദ്ധങ്ങളാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയത്? അതായത് വാളുകൊണ്ട് രക്തത്തിന്റെ മേലെയാണ് ഈ ഇസ്ലാം എന്ന സമാധാനത്തിന്റെ മതം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോ പാലാ ബിഷപ്പ് പറഞ്ഞത് ഒരു ദൈവിക വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് പറയുമ്പോഴേക്ക് വെകിളി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. 2 DGPമാര് പറഞ്ഞതും ഇത് തന്നെയാണ്. അച്യുതാനന്ദൻ പറഞ്ഞതും ഇത് തന്നെയാണ്. ആട് മേയ്ക്കാൻ കാനനച്ചായയിലേക്ക് ചെന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ഇവര് എവിടെ എന്തിനു പോയതാ? മരുഭൂമിയിലെ കാമുകന്മാരെയും കാമുകിമാരെയും ഓർത്തിട്ട് പോയ ആൾക്കാരല്ലേ? 72 ഹൂറികളെ ഓർത്തിട്ട് പോയതാ. ഇതൊക്കെ ജിഹാദിന്റെ ഭാഗമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന നാർക്കോട്ടിക് ജിഹാദ് ഇത് മാത്രമല്ല ജിഹാദ്. ലവ് ജിഹാദ് ഇത് മാത്രമല്ല ജിഹാദ് ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് വരട്ടെ പുറത്ത്. അങ്ങനെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മതമൗലികവാദികൾക്കെതിരെ അണിനിരക്കട്ടെ. കാരണം അങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വത്തിന്റെയും ഒക്കെ മാധുര്യം എന്താണെന്നും ഇത് നശിച്ചു പോയാൽ അനുഭവിക്കേണ്ടി വരുന്ന അടിമ ജീവിതം എന്താണെന്നും താലിബാനിലൂടെ നമ്മൾ പഠിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെ ക്രിസ്ത്യാനികളൊന്നും ഉണർന്ന് പ്രവർത്തിക്കട്ടെ. ഇത്രയും കാലവും അടി വാങ്ങിയവരല്ലേ? അതുകൊണ്ട് അവർക്കൊരു സംവരണം ഒന്ന് അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ടെന്നാ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ബിഷപ്പിന് എന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യമാണ് ഞാൻ അറിയിക്കുന്നത്. കാരണം എന്റെ അറിവിലും എന്റെ അനുഭവത്തിലും പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെയും ഈ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് നമ്മൾ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആർക്കെങ്കിലും ക്ലോസ് ചെയ്യണമെങ്കിൽ തെളിവ് തരാം. ടീച്ചർ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? അത് സംശയമാണ്. അതായത് ഹാദിയ കേസ് നടന്നപ്പോൾ അന്നവിടെ പ്രൊട്ടസ്റ്റ് നടത്തിയത് മുസ്ലിം ഏകോപന സമിതി. ഹൈക്കോടതിയിലെ കൊടിമരം തകർത്ത ആ സമയത്തും അവർ വന്നത് മുസ്ലിം ഏകോപന സമിതി എന്നൊരു ബാനറിലാണ്. പിന്നീട് ജോസഫ് മാഷെതിരെ മൂവ് ചെയ്ത ഇതേ ഒരു ഏകോപന സമിതി ഈ കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ
ഇവിടെ ഒരു പ്രൊട്ടസ്റ്റായി രൂപപ്പെടുത്തി ഈ ബാനറിലാണ് ബിഷപ്പ് ദിവസം വളയാൻ വന്നത്. അപ്പോൾ ഇതൊക്കെ അർത്ഥമാക്കുന്നത് ഈ മുസ്ലിം, എന്നിട്ട് പറയുകയാണ് മുസ്ലിം ഏകോപന സമിതിയുടെ വരുമ്പോൾ അവരങ്ങനെ പ്രൊട്ടസ്റ്റ് നടത്തിയില്ല, അവരാൾ കൂടി ഞങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നത്. ശരിക്കും ഇതിന്റെ പിന്നിൽ കളി എന്താണ്? ടീച്ചറിന് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതായത് ചൂന്നു കൂടുമ്പോ ചൂത്തരും കൂട്ടരും ഒന്നാണ്, അങ്ങനെ എങ്ങാണ്ട് ഒരു ചൊല്ലുണ്ടെന്ന് തോന്നുന്നു. അതായത് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ ഒരു മുസ്ലിമിനെതിരെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇനി ഇവർക്കെതിരെ ഇപ്പം UAPA ചുമത്തി നമ്മുടെ ഷംസ്ദീൻ പാലത്തിന്, എന്റെയും അധ്യാപകനായിരുന്നു അദ്ദേഹം പറഞ്ഞു അമുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കരുത്, അവർക്ക് നമുക്ക് ജോലി കൊടുക്കരുത്, നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലി കൊടുക്കരുത്, അവരെ നമ്മൾ ശത്രുക്കളായിട്ട് കാണണം, അവരോട് വളരെ പരുഷമായ രൂപത്തിൽ ഇടപെടാൻ പാടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിനെതിരെ UAPA ചുമത്തിയപ്പോഴേക്ക് മുസ്ലിം വേട്ട നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വന്നതാണ്. അതുപോലെ എക്സ് മുസ്ലിം ആയിരിക്കുന്ന ആൾക്കാര് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി ഏകോപിച്ചു മുസ്ലിം ഐക്യവേദി, അങ്ങനെ ഒരു വേദി ഉണ്ടാക്കി. എന്നിട്ട് എന്തെങ്കിലും ഒരു സംഭവം നടക്കുക, നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടി, ഈ മുസ്ലിം ഏകോപന സമിതിക്കാർ SDP-ക്കാരാണ് അവര്. അപ്പൊ അവര് കൈവെട്ടിയപ്പോഴേക്ക് ഇവര് പറഞ്ഞു ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല. ഖുർആനിലെ വാചകം എടുത്തങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോഴേക്ക് ഡം ഒന്നും പറയാനില്ല തിരിച്ച്. കാരണം ഖുർആനിലുള്ളതാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും നിഷേധിക്കുന്നെങ്കിൽ അവരുടെ കൈകാലുകൾ വെട്ടണം, അവരെ കൊല്ലണം, അവരെ ഇരു ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുകയോ നാട് കടത്തുകയോ ചെയ്യണം. അത് ഈ ലോകത്തുള്ള ശിക്ഷയാണ്, പരലോകത്തെ വരെ ശിക്ഷയുണ്ട്. അത് തന്നെയാണ് ജോസഫ് മാഷിന്റെ വിഷയത്തിൽ നടപ്പിലാക്കിയത്. അപ്പൊ അവര് പറഞ്ഞു അതൊന്നും ശരിയായ ഇസ്ലാം അല്ല, പിന്നെ എന്താണ് ഇസ്ലാം എന്ന് ഇവര് പറയണം. ഹാദിയ വിഷയത്തിൽ സംഭവിച്ചത്, കോടതിയിൽ ഹാജരായത്, ഇതെല്ലാം SDP-യുടെ വിഭാഗത്തിന്റെ വക്കീലന്മാരും ആൾക്കാരും തന്നെയായിരുന്നു. SDP-യുടെ ആൾക്കാരാണ് ഇവർക്ക് വേണ്ടിയിട്ട് ജുമുഅയ്ക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പിരിവിട്ടു. ഒറ്റ ദിവസം കൊണ്ട് 1 കോടിക്ക് ഏതാനും രൂപ മാത്രം കുറവാണ് ബക്കറ്റ് പിരിവിന് പണം കിട്ടിയത്. ഈ പണം ഉപയോഗിച്ചിട്ടാണ് ഇവര് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കേസ് വാദിച്ചത്. എന്തിന്? ഇപ്പം അഖില ഹാദി ആകുമ്പോൾ ഉള്ള അംഗീകാരം ആതിര ആയിഷയാകുമ്പോഴുള്ള അംഗീകാരം ആയിഷ ആതിരയാകുമ്പോഴില്ല. അപ്പൊ ഒരു മതത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇവരുടെ ഏകോപന സമിതിക്കാർ എവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നതാണ്? അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇതൊക്കെ ഈ ഇസ്ലാം വൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഓരോ ഭാഗത്തു നിന്നും ഇവർ പണി തുടങ്ങിക്കഴിഞ്ഞു. വക്കീലന്മാരുടെ ഇസ്ലാമിക് അസോസിയേഷൻ ഉണ്ട്, ജസ്റ്റീഷ്യ ആയിരുന്നു മുമ്പ്, ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ രഹസ്യമായിട്ട് വേറൊരു സംഘടന തുടങ്ങിയിട്ടുണ്ട് അവര്. എല്ലാ മേഖലകളും, അതുപോലെ ഹലാൽ ഡോക്ടർ പഠനം, ഹലാൽ ബാങ്കിങ്, ഹലാൽ പപ്പടം, ഹലാൽ വീടുകൾ, കുറച്ച് പൈസ കൊടുത്താൽ മതി, പലിശരഹിത വീടുകൾ, ഇതെല്ലാം ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. താങ്ക് യു ജാമിദ ടീച്ചർ. വളരെ വ്യക്തമായിട്ടാണ് ടീച്ചർ ഇവിടെ അവതരിപ്പിച്ചത്. കാര്യം ഇതൊരു ഇസ്ലാമിക വൽക്കരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമ്പത്ത് ഇറക്കിയാണെങ്കിലും ഹലാൽ ഭക്ഷണത്തിലൂടെയാണെങ്കിലും വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിക ഐഡിയോളജിയും ഇസ്ലാമിലെ ദേവന്റെ നാമത്തിൽ അർപ്പിച്ചത് മാത്രം എല്ലാവരും കഴിച്ചാൽ മതി എന്നുള്ള ഇസ്ലാമിക ഫാസിസവുമാണ് ഇസ്ലാമിക മതസ്ഥരുടെ റെസ്റ്റോറന്റുകളിലെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഹലാൽ റെസ്റ്റോറന്റിൽ മാത്രം മുസ്ലിങ്ങൾ കയറും, ഹലാൽ റെസ്റ്റോറന്റിൽ ഇസ്ലാമിക ദേവന്റെ നാമത്തിൽ അറുത്തത് മാത്രമേ അവർ വിറ്റഴിക്കത്തുള്ളൂ. അതായത് അള്ളാഹ് എന്ന് പറയുന്ന ഖുറൈശികളുടെയും മുസ്ലിങ്ങളുടെയും ദേവന്റെ നാമത്തിൽ അറുത്ത ഭക്ഷണം മാത്രം, മാംസം മാത്രം വിൽക്കും. അങ്ങനെ മറ്റുള്ളവരുടെ പണിയും കളയും, മറ്റുള്ളവരുടെ ഹോട്ടലും പൂട്ടും. അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പൊളിറ്റിക്കൽ ജിഹാദാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിഹാദിന് വേണ്ടി ഏത് തരത്തിലുള്ള വെപ്പൺ ഉപയോഗിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ജിഹാദ് നടത്താൻ വേണ്ടി എന്തും ചെയ്യാൻ, ശരീരം കൊണ്ടോ ധനം കൊണ്ടോ നാക്കുകൊണ്ടോ കൈകൊണ്ടോ കാലുകൊണ്ടോ ഏതു തരത്തിലും അമുസ്ലിങ്ങളെ നശിപ്പിക്കാൻ അവർക്ക് മുഹമ്മദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് സന്ദർഭത്തിനും സാഹചര്യത്തിനനുസരിച്ച് ജിഹാദിന്റെ രീതികൾ മാറും എന്ന് ഇവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നർക്കോട്ടിക്സ് വെച്ച് ആളെ കൊല്ലാൻ സാഹചര്യം കിട്ടിയാൽ അവരത് ചെയ്യും. AK-47 വെച്ചിട്ടാണെങ്കിൽ അതും ചെയ്യും. അബ്ദുൾ റഷീദിന്റെ വാക്ക്, ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയ MM അക്ബറിന്റെ സ്റ്റാഫായിരുന്ന അബ്ദുൾ റഷീദിന്റെ വാക്കുകൾ കടമെടുത്താൽ നിങ്ങൾക്ക് കയ്യിലുള്ളത് വെച്ച് ചെയ്യൂ, ഒന്നുമില്ലെങ്കിൽ കത്തിയെടുത്ത് 10 പേരെ കുത്തു, അല്ലെങ്കിൽ ഒരു ലോറി എടുത്തോണ്ട് പോയി, കണ്ടില്ലേ ഫ്രാൻസിൽ ചെയ്ത പോലെ ഒരു ലോറി എടുത്തോണ്ട് പോയി നിങ്ങൾ അവരെ കാഫറുകളെ കൊന്നൊടുക്കൂ എന്ന് പറയുന്ന ആ ആശയമാണ് ലോകത്തിനും ഭീഷണി. ജാമിദ ടീച്ചറോട് പൂർണ്ണമായിട്ട് ഇരിക്കുന്നു. ജാമിദ ടീച്ചർ അനേക പ്രശ്നങ്ങളുടെ നടുവിലാണ്. കഴിഞ്ഞ ദിവസവും ജാമിദ ടീച്ചറിന്റെ വീട്ടിൽ രാത്രി പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിട്ട് പോലും ജിഹാദികൾ കയറുകയും അവരെ ആക്രമിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഡെഫിനറ്റ് ആയിട്ട് ജാമിദ ടീച്ചർക്ക് ഉണ്ടാവണം എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. അത്രത്തോളം പ്രതിസന്ധിയിലാണ് ടീച്ചർ നിൽക്കുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ടീച്ചർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവണം. ജാതി മത ഭേദ യുക്തിവാദി ഭേദമെന്യേ എല്ലാവരുടെയും സപ്പോർട്ട് ജാമിദ ടീച്ചറിന് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു സമയത്താണ്. ഓക്കെ, അടുത്ത ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് ഒരു വിഷയം കൂടെ നന്നായിട്ട് കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ഈ റാഷിദ് അബ്ദുള്ള ISISലേക്ക് പോയതിനു ശേഷം ഒരുപാട് വോയിസ് സന്ദേശങ്ങള്
ഇങ്ങോട്ട് അയച്ചിരുന്നു കേരളത്തിലുള്ള യുവാക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള മീഡിയകൾ വഴിയാണ് അയച്ചത്. അതിൽ അയച്ച ഒരു വോയിസ് ആയിരുന്നു, നിങ്ങളുടെ കയ്യിൽ എന്ത് വെപ്പൺസ് ആണ് ഉള്ളത്? ഒന്നുമില്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചിട്ടെങ്കിലും ഒരു അമുസ്ലിമിനെ കൊല്ലണം. ഒരു കണ്ടെയ്നർ കൊണ്ടുവന്നിട്ട് ഇടിച്ച് നിരത്തിക്കോ, ഒരു ട്രെയിൻ, ഒരു കമ്പാർട്ട്മെന്റ് നിങ്ങൾ അങ്ങ് പാളം തെറ്റിച്ചോ. ഇങ്ങനെയൊക്കെ പബ്ലിക് ആയിട്ട് അയച്ചിട്ട് ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ അന്തി ചർച്ചകൾ ഇത് എടുത്ത് ചർച്ച ചെയ്തോ? ചർച്ച ചെയ്യത്തില്ല അവര്. കാരണം ഇത് മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾ വേട്ടക്കാരായിട്ട് വരുന്ന ഒരു സന്ദർഭത്തിലും ഇവരാരും സംസാരിക്കില്ല. ഇപ്പോ നമുക്കറിയാം, ഹൈക്കോടതിയില് നീതിപീഠത്തിന്റെ മുറ്റത്താണ് തക്ബീർ മുഴക്കി പ്രണയരക്ഷകരായി ഇവര് വന്നത്. നമ്മുടെ ഹാദിയയുടെ വിഷയത്തില് ഇതെന്താണ്? മതം ഒന്നിപ്പിച്ച മതഭ്രാന്താണിത്. ഈ ഭ്രാന്തിനെ ബിഷപ്പുമാർക്ക്, ക്രിസ്ത്യൻസിന് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു. കാരണം കുറച്ച് അടി അവർക്ക് കൊള്ളേണ്ടി വന്നു. കൊണ്ടു കഴിഞ്ഞപ്പോൾ അവർ നൂന്ന് നിന്നു. അപ്പോൾ മറ്റവർ അടി നിർത്തി, ഇവരടി തുടങ്ങി. ഒരു ചോദ്യക്കടലാസിൽ പൊതിഞ്ഞ് മുറിഞ്ഞറ്റു പോയത് തൊടുപുഴയിലെ വഴിയരികിൽ കിടക്കുന്നത് നമ്മൾ കണ്ടില്ലേ? കൈപ്പത്തിയുടെ രീതി കണ്ടില്ലേ? ആ സമയത്ത് സഭ പോലും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. ആ ഒരവസ്ഥ ഒരിക്കലും ഈ ബിഷപ്പിന് വരരുത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ മനുഷ്യർ ഇദ്ദേഹത്തോട് ഒന്നിച്ചു നിൽക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം ആ കൈപ്പത്തിയുടെ പശ്ചാത്താപം നിറഞ്ഞ ഓർമ്മകളായിരിക്കണം ഈ ജിഹാദിന്റെ വിഷയത്തിൽ നമ്മൾ ഈ ബിഷപ്പിന് ഐക്യപ്പെടേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ നാർക്കോട്ടിംഗ് എന്ന് പറയുന്ന ഈ ജിഹാദ് ഇവിടെ നടക്കുന്നില്ലെങ്കിൽ അതിനുള്ള തെളിവല്ലേ ഇവര് ബോധ്യപ്പെടുത്തേണ്ടത്? നമുക്ക് എന്തെല്ലാം തെളിവുകൾ ഉണ്ട് ഇതിനുള്ളത്. അപ്പോ എനിക്ക് പറയാനുള്ളത്, ആ ബിഷപ്പിന്റെ ജീവൻ, അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും ഇനിയും ഒരു പരീക്ഷണമായിട്ട് ഒരു ജോസഫ് മാഷ് ഉണ്ടാകാൻ പാടില്ല ഈ വിഷയത്തിൽ. ഓക്കെ, അടുത്ത